സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ന് യൂട്യൂബ് തുറന്നപ്പോൾ വിഷം ചീറ്റുന്ന സംഘികളുടെ രണ്ട് പരാതികളാണ്. കേരളത്തിൽ ഹിന്ദുമതം ന്യൂനപക്ഷമാകുന്നു. അതിനാരാണ് കാരണക്കാർ? ഹിന്ദുമതം ന്യൂനപക്ഷമാകുന്നതിന് ആരാണ് കാരണക്കാർ? ഷണ്ണന്മാരാ ഹിന്ദുക്കൾ ആക്ഷേപിക്കുകയില്ലേ? പറഞ്ഞ ആരാണ്? സെൻകുമാർ, പഴയ DGP. തെണ്ടിത്തരം പറയുന്നതിന് ഒരു മര്യാദ വേണം. അയാൾ ഒന്നുമല്ലെങ്കിലും കേരളത്തിലെ DGP ആയിരുന്നവനാണ്. ഈ പറയുന്നത്. കേരളത്തിൽ ഹിന്ദുമതം ന്യൂനപക്ഷമാകുന്നു. കാരണക്കാരാണ്? അതായത് ഹിന്ദുക്കളില്ല, ഹിന്ദു സമുദായത്തില ചെറുപ്പക്കാരെയും വ്യക്തികളെ ആക്ഷേപിക്കുകയാണ് അയാൾ. അതായത് അവർ ഷണ്ണന്മാരാ? അവർക്ക് മക്കളെ ഉണ്ടാക്കിയൂടെ? ആരെങ്കിലും തടഞ്ഞിട്ടുണ്ടാ? ഇവിടെ ഇപ്പോൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും 2 അല്ലെങ്കിൽ 3, അതിൽ കൂടുതൽ മക്കൾ ആർക്കുണ്ട്? വിദ്യാഭ്യാസവും വിവരമുള്ള ഒരുവിധപ്പെട്ട എല്ലാവരും. അതിന് സമുദായമൊന്നുമില്ല. 2 അല്ലെങ്കിൽ 3 മതം. ചില ഹിന്ദുക്കൾ ഒരു കുട്ടിയെ മാത്രം മതി. കാരണം എനിക്കും എൻ്റെ വൈഫിനും ഒരു കുട്ടി മതി. എന്തുകൊണ്ട് ഒരു കുട്ടി മതി? ആ സ്നേഹം അത്ര അത് ആ കുട്ടിക്ക് കൊടുക്കണം. രണ്ടാമതൊരു കുട്ടി ഉണ്ടായ ആ കുട്ടിക്കും കൂടെ നമ്മൾ സ്നേഹം കൊടുക്കേണ്ടി വരും എന്നുള്ള ന്യായമാണ് അവർ പറയുന്നത്. പിന്നെ അതൊക്കെ എന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. അവർ പിന്നെ കള്ളും കുടിച്ച് വ്യഭിചരിച്ച് അങ്ങനെ നടക്കും. ഒരു ഭാര്യയിൽ ഒതുങ്ങേയില്ല അവർ. അപ്പോൾ ബാക്കിയുള്ള സമുദായങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടേതായ ചട്ടക്കൂട് അനുസരിച്ച്, അവരുടെ മതപരമായ അനുസരിച്ച് അവർ ജീവിക്കുന്നു. അവർ ചിലപ്പോൾ 2 or 3 കുട്ടികൾ അവരുണ്ടാവും. അത് ഇവിടെ ഗവൺമെൻറ് നേരത്തെ കണക്കനുസരിച്ച് 2 അല്ലെങ്കിൽ 3 നിർത്തുക എന്നാണ് പഴയ കുടുംബാസൂത്രണ മുദ്രാവാക്യം തന്നെ. അപ്പോൾ എന്തായാലും ശരി, സെൻകുമാർ പഴയ DGP ആയിരുന്നു. ഈ സെൻകുമാർ ഞാനും എല്ലാം ഒന്നിച്ച് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഷട്ടിൽ കളിക്കുമായിരുന്നു. അന്ന് അയാൾ ADGP ആണ്. ഇത്രയും വിഷമിക്കുന്ന ഒരു ഒരു സർപ്പമാണെന്ന് അന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. കാര്യം ഞങ്ങളൊക്കെ വളരെയധികം സൗഹൃദമായിട്ട്, അവർക്ക് പോലീസിന് ഒരു കോർട്ടുണ്ടായിരുന്നു ജിമ്മി ജോർജിൽ. അപ്പോൾ ഞങ്ങൾ കളിക്കാൻ പോകും. ഞങ്ങൾക്ക് വേറൊരു കോർട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാരവിടെ വരാൻ കുറയുമ്പോഴത്തേക്ക് ഞങ്ങളെ വിളിക്കും, ഞങ്ങൾ പോയിരുന്നു കളിക്കും. അപ്പോൾ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇയാൾ എന്നാണ് അത് വിട്ടത്? അപ്പോൾ അയാളുടെ ഉള്ളിൽ അന്നേ അയാൾ RSSകാരനാണ്. RSS സംഘപരിവാർ മനോഭാവമുള്ള വ്യക്തിയാണെന്ന് പിന്നെയാണ് അറിയുന്നത്. പിന്നീട് നമ്മുടെ NSS കോളേജിൽ, ട്രിവാൻഡ്രത്ത് NSS കോളേജിൽ വെച്ചൊരു വിദ്യാർത്ഥി സമരവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ABVP അടിക്കാനായിട്ട് പോയ ഒരു പോലീസുകാരൻ്റെ